ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത്രയും കാലം നമ്മൾ സംസാരിച്ച വിഷയം അല്ലാകുമ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നമുക്ക് തിരിച്ചു വരാം. അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വന്നൊരു ഇന്നലെ വൈകിട്ട് അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിൽ വന്നൊരു കമന്റ് ഞാൻ വായിച്ചേപ്പിച്ചു കേട്ടോ. ആകെ ഒരു മോൻ, കാണാൻ ഭംഗിയില്ലെങ്കിലും നിറമില്ലെങ്കിലും ആരോഗ്യമുള്ള ഒരു പെണ്ണിനെ കെട്ടിയാൽ ആ വലിയ ഉമ്മാക്കും എന്തുപകാരമായിരുന്നു. ഇത് കസേരയിൽ ഇരിക്കാനായിട്ട് ഒരു സാധനം പോരാത്തതിന് കുഞ്ഞിനെയും നോക്കണം. ആ ചെക്കൻ അധ്വാനിച്ച് അവളുടെ മരുന്നിന് തികയുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലേ? നമ്മളെ മിന്നൂസിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അവരെ വീഡിയോൻ്റെ അടിയിൽ സുനീർ എന്നുള്ള താത്ത ഇട്ട കമൻ്റാണ് അവർ വായിച്ച സംഭവം. അപ്പോൾ പെണ്ണുങ്ങളെ ശത്രു എന്ന് പറയുന്നത് ഭയങ്കര എന്താണ് 100% ഉറപ്പനെയാണെന്ന് പറഞ്ഞത്. പലരും പറയാറുണ്ട് പെണ്ണുങ്ങൾ ശത്രു, പെണ്ണുങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ കൊയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. എന്തേലും ആയിക്കോട്ടെ. അപ്പോൾ ഇക്കാലത്ത് ഒരു എന്താ പറയുക, വീൽ ചെയറിൽ നടക്കുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു മനസ്സ് കിട്ടുക തന്നെ അതന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ പക്ഷെ അങ്ങനെ എല്ലാവർക്കും ആ ഒരു മനസ്സ് കിട്ടൂല. അപ്പോൾ കാരണം കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും 100 കൺസെപ്റ്റ് ആയിരിക്കും. 100, 150, 200 കൺസെപ്റ്റ് ആയിരിക്കും. അത് വേണം, ഇത് വേണം, പൈസ വേണം, സ്വർണം വേണം, പിന്നെ ഗ്ലാമർ വേണം, പിന്നെ മുതൽ വേണം, അങ്ങനെ 100 കൺസെപ്റ്റ് ഉള്ള സമയത്ത് ഒരു പാവം പയ്യൻ ഇതൊന്നും വേണ്ട എന്നിട്ട്, അതായത് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ആ പയ്യന്റെ അത്രയും ഒരു എന്താ പറയാ, അത്രയും നല്ലൊരു മനസ്സാണ്. അപ്പം അതങ്ങനെ എല്ലാവർക്കും അതങ്ങനെ ഒരു അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഒന്നാമത് ഇപ്പൊ അങ്ങനെ ചെക്കന്മാർ പറഞ്ഞാൽ തന്നെ അവരെ വീട്ടുകാർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ചെക്കന്മാർക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാരണം കല്യാണം നോക്കുന്ന സമയത്ത് ഇല്ലാത്ത ഡിമാൻഡ് ഒന്നും ഉണ്ടാവില്ല ചെക്കന്മാർക്ക്. സ്ത്രീകൾക്കും അങ്ങനെ തന്നെ കേട്ടോ. സ്ത്രീകൾക്കും അങ്ങനെ 100 ഡിമാൻഡ് ഉണ്ടാവും. സ്ത്രീകളുടെ കാര്യം തന്നെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അവളുടെ കല്യാണം കഴിച്ചു. കാരണം അവന്റെ കല്യാണം കഴിക്കാൻ മുമ്പേ അവനക്ക് അറിയായിരുന്നു ഇതൊക്കെയാണ്, വീൽ ചെയറിലാണ് നിൽക്കുന്ന ഒക്കെ അറിയായിരുന്നു. എന്നിട്ട് അവൻ കല്യാണം കഴിച്ചിട്ട് പിന്നെ എന്തിനാ അവനക്കറിയാം, അവന്റെ കുടുംബക്കാർക്കും അറിയാം അവൾ വീൽ ചെയറിലാണ് നടക്കുന്നത്, അവർക്കറിയാം. പിന്നെ എന്തിനാ നിങ്ങൾ ഇതിന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പോണേ? നിങ്ങൾക്കൊരു പാത്ത് ഇരുന്നാ പോരെ? നിങ്ങളൊക്കെ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ ചോദിക്കണം. അപ്പം അവർ കല്യാണം കഴിച്ചു, അവർ സന്തോഷത്തോടെ അവരെ ഹാപ്പിയോടെ ജീവിക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഇതിനെന്തിനാണ് ഈ ചൊറച്ചില്? നിങ്ങൾക്കൊരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? അതല്ലേ ഞാൻ ചോദിക്കണം. മനുഷ്യ സ്ത്രീയാണ് നിങ്ങൾ? എന്തൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കുന്നത്? നിങ്ങൾക്ക് അതും ഒരു പെണ്ണിനെ കുറിച്ച് അവർക്കൊക്കെ എത്ര ഫീൽ ചെയ്ത് കാണുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ? അതെങ്കിലും നിങ്ങൾ ആലോചിക്കണ്ടേ? നിങ്ങൾക്ക് പറഞ്ഞ് 2 കമന്റ് ഇട്ടിട്ട് പോയാൽ മതി, നിങ്ങൾക്ക് ഹാപ്പിയായി. പക്ഷെ അത് വായിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? വായിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്തൊരു വൃത്തികെട്ട സ്ത്രീ തന്നെ പറയും നിങ്ങളെ സുനീറ. കാരണം അവരെ അക്കൗണ്ട് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ അക്കൗണ്ടിലൂടെ മെൻഷൻ ചെയ്ത് അത്രയും വൃത്തികെട്ട സ്ത്രീയാണ്. അത്രയും വൃത്തികെട്ട സ്ത്രീയാണ്. അപ്പോൾ ഞാൻ അക്കൗണ്ട് അറിയില്ല, എനിക്ക് അക്കൗണ്ട് അറിയാൻ ഞാൻ അവിടെ മെൻഷൻ ചെയ്തിരുന്നു. അക്കൗണ്ട് അറിയാൻ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തിന്. അപ്പോൾ അത്രയും വൃത്തികെട്ട സ്ത്രീയാണ്. അവർക്ക് ഒരു പ്രശ്നമില്ല. അവർക്ക് ഭാര്യക്കും ഭർത്താവിന് ഒരു പ്രശ്നമില്ല. ഭർത്താവ് ആ പയ്യൻ ഇങ്ങനെ വീൽ ചെയറിലുള്ള ആളെന്നെ വെച്ചിട്ടാണ് കെട്ടിയത്. പിന്നെ അവർക്ക് പ്രശ്നമില്ല. പിന്നെ എന്താ നിങ്ങൾക്ക് മാത്രം പ്രശ്നം? നിങ്ങൾക്ക് എന്ത് പ്രശ്നം? നിങ്ങളെ മകനൊന്നുമില്ലല്ലോ. പിന്നെ എന്താ നിങ്ങൾ ചൊറിഞ്ഞു കൊടുക്കണേ? നിങ്ങളെ മകനല്ല, നിങ്ങളെ കുടുംബക്കാരല്ല, നിങ്ങളൊരു പരിചയമില്ലാത്ത ഒരാള്. അപ്പൊ അവർക്ക് ഇഷ്ടമായി, അവരങ്ങനെ ജീവിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്കാണ് അവനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത നിങ്ങൾക്കാണല്ലോ പ്രശ്നം. ഇപ്പോ എന്താ താത്ത നിങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയത്? സ്ത്രീയാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞ വെറുതെ അല്ല, ഇത് തന്നെയാണ്. അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് സ്ത്രീയുടെ ശത്രു. കറക്റ്റാണ്, സ്ത്രീയുടെ ശത്രു. അവർക്ക് ഹാപ്പി ലൈഫ് ഉണ്ട്, അവർക്ക് സന്തോഷമുണ്ട്. പിന്നെ ആ സന്തോഷം നിങ്ങളായിട്ട് തന്നെ കടത്താൻ പോണേ. അവര് ഹാപ്പിയാണ്, ആ ലൈഫിൽ അവര് ഹാപ്പിയാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ എന്തിനാണ് അവരെ സന്തോഷം കടത്താൻ പോണേ? വൃത്തികെട്ട സ്ത്രീ തന്നെ പറയാം. വൃത്തികെട്ട സ്ത്രീ തന്നെയാണ്. നിങ്ങൾ വൃത്തികെട്ട സ്ത്രീയാണ്. ഓക്കെ, എനിക്കിത് കണ്ടപ്പോ ഒന്ന് പറയാൻ തോന്നിയപ്പം പറയാതിരിക്കാൻ ശരിയല്ല തോന്നി. അങ്ങനെ വീഡിയോയിൽ വന്ന് നെക്സ്റ്റ് വീഡിയോയിലും കാണാം. നിങ്ങൾ ഒരാൾ നിങ്ങളെ കമന്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾ കമന്റ് എടുത്തിട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞേ, പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളെ ശത്രു എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല. തോനെ ആർക്കും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാകുമ്പോൾ
പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങൾ ശത്രു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്.